Hello friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വിൻഡോസ് 11 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ ആണ്. ഇപ്പോൾ നിങ്ങൾ വിൻഡോസ് 7 യൂസ് ചെയ്യുന്ന ഒരാൾക്കും അല്ലെങ്കിൽ വിൻഡോസ് 8 വിൻഡോസ് 10 യൂസ് ചെയ്യുന്ന ഒരാൾക്കും വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഈവൻ നിങ്ങൾ പുതിയൊരു PC ബിൽഡ് ചെയ്തിട്ട് അതിലേക്ക് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ വിൻഡോസ് 11 സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കണം. ഇപ്പോൾ നിങ്ങൾ വിൻഡോസ് 10 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ താഴെ സെർച്ച് ബാറിലേക്ക് പോയിട്ട് ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് എന്ന് സെർച്ച് ചെയ്യുക. ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ കാണാൻ സാധിക്കും നമ്മുടെ PC വിൻഡോസ് 11 മിനിമം റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ PC വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാനുള്ള മിനിമം റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്തുകൊണ്ടാണ് എൻ്റെ PC ഇത് സപ്പോർട്ട് ആവാത്തതെന്ന്. സോ അങ്ങനെ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗെറ്റ് PC ഹെൽത്ത് ചെക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിൻഡോസ് 11 അതായത് മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ ഡയറക്റ്റ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ റീഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയർ തന്നെ നമ്മളോട് പറയും നമ്മുടെ സിസ്റ്റത്തിൽ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് വിൻഡോസ് 10 ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് കിട്ടും. ഇവിടെ ഡൗൺലോഡ് PC ഹെൽത്ത് ചെക്ക് ആപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് വിൻഡോസ് 7 അല്ലെങ്കിൽ വിൻഡോസ് 8 ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രൗസറിൽ പോയിട്ട് വിൻഡോസ് 11 എന്ന് സെർച്ച് ചെയ്യുക. വിൻഡോസ് 11 സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ആ ഒരു വെബ്സൈറ്റിലേക്ക് പോവുക. ആ ഒരു വെബ്സൈറ്റിലേക്ക് പോയിട്ട് നിങ്ങൾ നേരെ താഴേക്ക് വരിക. താഴേക്ക് വരുമ്പോൾ ചെക്ക് ഫോർ കോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞൊരു മെനു കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഡൗൺലോഡ് PC ഹെൽത്ത് ചെക്ക് ആപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സഹായം വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ മിനിമം സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം സിസ്റ്റം റിക്വയർമെൻറ്റ്സ് കാണാൻ സാധിക്കും. സോ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പറയുന്നത് ഈ ഒരു ഹെൽത്ത് ചെക്ക് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഡയറക്റ്റ്ലി നമ്മുടെ സിസ്റ്റം റീഡ് ചെയ്തിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ തന്നെ നമ്മളോട് പറയും നിങ്ങൾക്ക് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പോൾ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യണം. വളരെ സിമ്പിളാണ്, സ്ട്രേറ്റ് ഫോർവേഡ് പ്രോസസ് ആണ്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, റൺ ചെയ്യുക. ആ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ ഉള്ളൊരു ഇൻ്റർഫേസ് ഇതാണ്. നമുക്കറിയേണ്ടത് നമ്മുടെ സിസ്റ്റത്തിൽ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ്. അപ്പോൾ ഇവിടെ ചെക്ക് നൗ എന്ന് പറഞ്ഞ് മുകളിൽ തന്നെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൻ്റെ ഒരു കാര്യത്തിൽ മാത്രം എൻ്റെ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നില്ല. അത് TPM 2.0 എനേബിൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. ഇവിടെ ഓൾ റിസൾട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് പോവുകയാണെങ്കിൽ മിനിമം റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്തത് എന്തൊക്കെയാണ്, മീറ്റ് ചെയ്യാത്തത് എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ വലിയ ചിലവൊന്നും ഇല്ലാതെ നടക്കാൻ പറ്റുന്നൊരു ഇഷ്യൂ ആണ് എങ്കിൽ നമുക്കിത് നോക്കിയിട്ട് നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിച്ചിട്ട് നമുക്ക് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ TPM 2.0 ഞാൻ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് എനേബിൾ ചെയ്യാതെ എനിക്ക് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ സാധിക്കും. ഇനിയിപ്പോൾ ഇത് മീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വിൻഡോസ് 11 മിനിമം സിസ്റ്റം റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിൻഡോസ് 10 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകൂടി ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് എന്ന് ഈ ഒരു സെർച്ച് ബാറിൽ വന്ന് സെർച്ച് ചെയ്യുക. ഈ ഒരു വിൻഡോസ് അപ്ഡേറ്റിലേക്ക് വന്നിട്ട് ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് കൊടുക്കുക. ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് കൊടുത്ത ശേഷം വിൻഡോസ് 11 അപ്ഡേറ്റ് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ സിസ്റ്റം റീബൂട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഒരു സ്ട്രേറ്റ് ഫോർവേഡ് പ്രോസസ് ആണ്. ഞാനിപ്പോൾ കറൻ്റ്ലി വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. കാര്യം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് പോർട്ടലുകളിലും ഇതിൻ്റെ ബഗിൻ്റെ കാര്യങ്ങൾ ഞാൻ വായിച്ചിരുന്നു. സോ ഇപ്പം ഈ ഒരു ടൈം ഇല്ലാത്ത ഈ ഒരു സമയത്ത് എനിക്ക് അതിനുവേണ്ടി സമയം മാറ്റി വെക്കാനില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ആ ഒരു റിസ്ക് എടുക്കുന്നില്ല. റിസ്ക് അല്ല, ഞാനിപ്പോൾ വിൻഡോസ് 11 അതുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. എനിക്ക് എക്സാം ഒക്കെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറകെ നടക്കാൻ ഇപ്പം കറൻ്റ്ലി ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ വിൻഡോസ് 11 അപ്ഡേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് വിൻഡോസ് 7 അല്ലെങ്കിൽ വിൻഡോസ് 8 ആവട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബ്രൗസറിലേക്ക് പോവുക. ബ്രൗസറിൽ പോയിട്ട് വിൻഡോസ് 11 ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ നേരത്തെ വന്നതുപോലെ തന്നെ നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരും. ആ ഒരു വെബ്സൈറ്റിലേക്ക് പോവുക.
ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വിൻഡോസ് 11 ഇൻസ്റ്റലേഷൻ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ യൂസ് ചെയ്യുന്ന പി സിയിൽ തന്നെയാണ് എനിക്ക് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെങ്കിൽ ഞാൻ ഈ കാണുന്ന ഈ ഒരു ഡൗൺലോഡ് ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതായത് വിൻഡോസ് 11 ഇൻസ്റ്റലേഷൻ അസിസ്റ്റൻ്റ് ആണ് ഞാൻ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇനിയല്ല എനിക്കൊരു USB-യിലോട്ട് വിൻഡോസ് 11 ആക്കിയിട്ട് എനിക്ക് ആ USB യൂസ് ചെയ്ത് മൾട്ടിപ്പിൾ ഡിവൈസസിൽ എനിക്ക് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് വിൻഡോസ് 11 ഇൻസ്റ്റലേഷൻ മീഡിയ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതൊരു USB ഡ്രൈവിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ISO ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവരിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ വിൻഡോസ് 7 അല്ലെങ്കിൽ വിൻഡോസ് 8 യൂസ് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പുകളാണ് ഇനി ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ പുതിയൊരു PC ബിൽഡ് ചെയ്തിട്ട് അതിലേക്ക് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ ഇതേ സ്റ്റെപ്പ് തന്നെയാണ് മുന്നോട്ട് നീക്കേണ്ടത്. അതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഡൗൺലോഡ് നൗ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിൻഡോസ് മീഡിയ ക്രിയേഷൻ ടൂൾ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ കുറച്ച് കാലം മുന്നേ വിൻഡോസ് 10ൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ പോയി കാണുക. ആ വീഡിയോ പോയി കണ്ട ശേഷം ഞാൻ ആ വീഡിയോയിൽ വിൻഡോസ് 10 എങ്ങനെയാണോ ഇൻസ്റ്റാൾ ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണോ ബൂട്ടബിൾ ഡിവൈസ് വഴി ഇൻസ്റ്റാൾ ചെയ്തത് ആ സെയിം പ്രൊസീജിയർ നിങ്ങൾ ഈ ഒരു വിൻഡോസ് 11 ഡൗൺലോഡ് കൊടുത്തിട്ട് നിങ്ങൾ ആ ഒരു സെയിം പ്രൊസീജിയർ ഇവിടെ കൊടുക്കുക. അതായത് നേരത്തെ നമ്മൾ വിൻഡോസ് 10ൽ ചെയ്ത അതേ ആക്ടിവിറ്റീസ് ഈ ഒരു വിൻഡോസ് 11ൻ്റെ മീഡിയ ക്രിയേഷൻ ടൂൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. സോ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ മേളിൽ ഐക്കാർഡായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ആദ്യം പോയി കാണുക. ആ വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം നിങ്ങൾ മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയി ഈ ഒരു വിൻഡോസ് 11ൻ്റെ ക്രിയേറ്റർ ടൂൾ, അതായത് മീഡിയ ക്രിയേഷൻ ടൂൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ശേഷം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ അതേ സ്റ്റെപ്പുകൾ വെച്ച് ഒരു USB-യിലേക്ക് നിങ്ങളുടെ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യുക. ആ ഇൻസ്റ്റാൾ ചെയ്യുകയല്ല, നമ്മൾ ആ ഒരു ബൂട്ടബിൾ ഡിവൈസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇനി ആ ഒരു ബൂട്ടബിൾ ഡിവൈസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ആ വീഡിയോയിലും പറയുന്നുണ്ട്, ബൂട്ടബിൾ ഡിവൈസ് ക്രിയേറ്റ് ചെയ്തിട്ട് ബയോസിൽ പോയിട്ട് എങ്ങനെയാണ് വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന്. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഈ ഒരു വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഒന്നുകൂടെ പറയാണ്, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മേളിൽ ഐക്കാർഡായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് കാണുക. ശേഷം വിൻഡോസ് 10 നമ്മൾ എങ്ങനെയാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതുപോലെ തന്നെ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാനിപ്പോൾ വിൻഡോസ് 11 എൻ്റെ PC-യിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. കാര്യം എൻ്റെ എക്സാം ഒക്കെ നടക്കുകയാണ്, അതുകൊണ്ട് തന്നെ ടൈമില്ല. പോരാത്തതിന് വിൻഡോസ് 11 ഒരുപാട് ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിൽ എനിക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ കറണ്ട്ലി ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന PC ആണ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ മുകളിൽ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് വിൻഡോസ് 11 നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നീട് ഈ ഒരു വഴി വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഒരു വട്ടം വിൻഡോസ് ആക്ടിവേറ്റ് ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ വിൻഡോസ് തന്നെ ആയിരിക്കും കിട്ടുന്നത്, ട്രയൽ വേർഷൻ ആയിരിക്കില്ല. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത് വിൻഡോസ് 8 ആണ്. അത് ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ കാശ് കൊടുത്ത് പർച്ചേസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത ഒരു OS ആണ് അല്ലെങ്കിൽ ഒരു വിൻഡോസ് ആണ് എങ്കിൽ നിങ്ങളിപ്പോൾ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒറിജിനൽ വിൻഡോസ് തന്നെ, അതായത് ആക്ടിവേറ്റ് ചെയ്ത വിൻഡോസ് 11 തന്നെ കിട്ടും. അതുപോലെ തന്നെ ക്രാക്ക് ചെയ്തവർക്കും പ്രോപ്പറായിട്ടാണ് ക്രാക്ക് ചെയ്തതെങ്കിൽ നിങ്ങൾക്കും കിട്ടുന്ന വിൻഡോസ് 11 ഒറിജിനൽ ആയിരിക്കും. അല്ലാത്തവർ ട്രയൽ വേർഷൻ തന്നെ യൂസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും ക്രാക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാര്യം ഇപ്പോഴത്തെ ഈ ഒരു ടൈമിൽ ക്രാക്കിങ്ങിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ട്. നമ്മുടെ പ്രൈവസിക്ക് ഒരുപാട് ഇഷ്യൂസ് വരും. അതുകൊണ്ട് തന്നെ ഞാൻ ക്രാക്കിങ് അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഡു അറ്റ് യുവർ ഓൺ റിസ്ക്, നിങ്ങളുടെ റിസ്കിൽ മാത്രം നിങ്ങൾ ക്രാക്കിങ് ചെയ്യുക. ഇനി മുതൽ നമ്മുടെ ചാനൽ അങ്ങനെ ക്രാക്കിംഗ് വീഡിയോസും നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യാൻ സാധ്യതയില്ല. കാര്യം ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ പുറകെ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ക്രാക്കിങ്ങിനെ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ ഡു ഇറ്റ് അറ്റ് യുവർ ഓൺ റിസ്ക്. അപ്പോൾ ഇത്രയാണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ തന്നെ യൂസ് ചെയ്യാം. അല്ലാത്തവർ ട്രയൽ കൊണ്ട് തൃപ്തിപ്പെടുക. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ എത്രയോ വർഷം, 2-3 വർഷത്തോളം ക്രാക്ക് ചെയ്യാതെ ട്രയൽ വേർഷൻ വിൻഡോസ് 10ൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ പേഴ്സണലൈസേഷൻ സെക്ഷനിൽ നമുക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടുകൾ വരും. നമുക്ക് പേഴ്സണലൈസേഷൻ ഓപ്ഷൻ കാണില്ല എന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് ഈ ഒരു ട്രയൽ വേർഷനിൽ തോന്നിയിട്ടുള്ളൂ. സോ നിങ്ങൾ ക്രാക്ക് ചെയ്യുന്നതിന് പകരം ട്രയൽ തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.